കഴിഞ്ഞ 18 വർഷത്തെ കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എനിക്ക് ഒരുപാട് പോലീസ് കേസുകളും അതേപോലെ തന്നെ ജയിലിലടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഇതുവരെയായിട്ടും കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന, കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രവർത്തനവും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ ദിവസം ഒരു 20-ാം തീയതി DCCയിൽ നടന്ന ജെയിംസ് പന്തമാക്കലും അതേപോലെ തന്നെ വാസുവേട്ടനും തമ്മിലുള്ള അടിപിടിയുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കാസർഗോഡ് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഉണ്ടായ മാനനഷ്ടവും അതേപോലെ തന്നെ എനിക്ക് ഉണ്ടായ പാർട്ടി പ്രവർത്തനത്തിലുണ്ടായ എൻ്റെ പ്രയാസവും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു യോഗം ഇവിടെ വിളിച്ചു കൂട്ടിയത് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകർ, കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരുപാട് പ്രവർത്തകർ എന്നെ വിളിച്ച് നിരന്തരം അവരുടെ വികാരം പ്രകടിപ്പിക്കുകയും എന്നോട് മോശമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യാത്ത ഒരു കുറ്റത്തിൻ്റെ മേലിലാണ് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായത് എന്നുള്ളത് നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്കാർക്കെങ്കിലും ഞാൻ വീഡിയോ അയച്ചു തന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളാണ് ഇത് സംരക്ഷണം ചെയ്തത്. നിങ്ങൾക്കാർക്കെങ്കിലും എൻ്റെ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അയച്ചു തന്നതായിട്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ, ഒരു രാഷ്ട്രീയ നേതാവിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ കേവലം വിളിച്ചു ചോദിക്കുക എന്നുള്ള മര്യാദ ഉണ്ടാവാറുണ്ട്. ആ ഒരു മര്യാദ പോലും കാണിക്കാതെയാണ് എന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മൊബൈൽ ഫോണിനകത്ത് വീഡിയോ പകർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ മൊബൈൽ ഫോണിൻ്റെ IP അഡ്രസ്സുമായി ബന്ധപ്പെട്ട് സൈബർ സെല്ലിലേക്കോ മറ്റു ഗവൺമെൻറ് തലങ്ങളിലേക്ക് അന്വേഷണം വിട്ടുകഴിഞ്ഞാൽ ആ മൊബൈൽ ഫോണിൽ വീഡിയോ പകർത്തിയ ആളുകളെ കണ്ടെത്താൻ സാധിക്കുമാഞ്ഞിട്ട് പോലും ഇന്നിതുവരെ DCC പ്രസിഡന്റ് അതിനുവേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് ഞാൻ കാണുകയാണ്. ഞാൻ കാസർഗോഡ് ജില്ലക്കകത്ത് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരാളാണ്. അതേപോലെ തന്നെ കാസർഗോഡിലെ ഒരു ബിസിനസ് സംരംഭം നടത്തുന്ന ആളാണ്. കുറേ ആളുകൾ എന്നെ വിളിച്ച്, നീ മോശം ചെയ്യുന്ന ആളല്ലേ, നീ വീഡിയോ പകർത്തിയ ആളല്ലേ, നിന്നെ എങ്ങനെയാണ് വിശ്വസിക്കുക എന്നുള്ള രൂപത്തിൽ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എൻ്റെ ഈ ഒരു പ്രവൃത്തി, ഞാൻ ചെയ്യാത്ത പ്രവൃത്തിയായിട്ട് പോലും എനിക്ക് കേൾക്കേണ്ടതായി വന്നു എന്നുള്ളത് വളരെ വിഷമം നൽകുന്ന ഒരു സംഭവം തന്നെയാണ്. ഞാൻ പനിയായിട്ട് ഞാൻ കിടപ്പിലായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നും കൂടി എനിക്ക് ഒരു ഇഞ്ചക്ഷൻ അടിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഇഞ്ചക്ഷനാണ് അടിക്കാനുള്ളത്. ഏതാ? ആ 2-അംഗ സമിതിയെ നിയമിച്ചു എന്ന് പറഞ്ഞു. ഞാൻ നിരന്തരമായിട്ട് ഞാൻ കിടപ്പിലാഞ്ഞിട്ട് പോലും ഞാൻ അവരെയൊക്കെ വിളിച്ചിരുന്നു. അവരൊക്കെ വിളിക്കുന്ന സമയത്തൊക്കെ അവർ പറയുന്നത് ഇത് നീ തന്നെയല്ലേ എന്നുള്ള രൂപത്തിലാണ് സംസാരിച്ചത്. സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ സുഹൃത്ത് ആബിദ് എടച്ചേരിയും, യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആബിദ് എടച്ചേരിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മൊഗ്രാൽ പുത്തൂറിലെ ഒരു എരിയാൽ ഡിവിഷൻ ബ്ലോക്ക് സീറ്റുമായി ബന്ധപ്പെട്ട് അവിടെ സംസാരിക്കാൻ വേണ്ടി DCCയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്.